അപ്പോൾ ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവാണ്. കൃപയൊഴുക്കുന്ന ദൈവം. എഴുതി വെച്ചോ, കൃപയൊഴുക്കുന്ന ദൈവം. എല്ലാം വ്യക്തമായിട്ട് വചനാധിഷ്ഠിതമായിട്ട് അച്ഛൻ പറയുള്ളൂ. ഇപ്പോൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ എന്നും ഓർമ്മയിലുണ്ടാവും. പിന്നെ ഈ വചനം നിങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ വിടുതലുണ്ടാവും. വചനം കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ വിടുതലുണ്ടാവും, സൗഖ്യം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ദാഹത്തോടെ കൊതിയോടെ ഞാൻ പറയുന്ന വചനങ്ങൾ കേട്ടിരിക്കാനും ഹൃദയസ്ഥമാക്കാനും ധ്യാനിക്കാനും പരിശ്രമിക്കണം. കൃപയൊഴുകുന്ന ദൈവം, കൃപയൊഴുക്കുന്ന ദൈവം കേട്ടോ, കൃപയൊഴുക്കുന്ന ദൈവം. ഉണ്ണിമോളെ, കൃപയൊഴുക്കുന്ന ദൈവം. എന്നിട്ട് ഇത് അച്ഛനെ നാളെ പറഞ്ഞ് പഠിച്ച് കേൾപ്പിച്ച് തരണം, അച്ഛൻ പറയുന്ന വചനങ്ങൾ കേട്ടോ. കൃപയൊഴുക്കുന്ന ദൈവം. ആൽബർട്ട് ഇവിടെ കേട്ടോ, ഈ വചനം പഠിച്ചെന്നെ കേൾപ്പിക്കണം നാളെ 3 എണ്ണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒച്ച പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുക്കുന്ന ദൈവം. നമ്മുടെ ദൈവം കൃപയൊഴുക്കുന്ന ദൈവം. നമ്മുടെ ദൈവം കൃപയൊഴുക്കുന്ന ദൈവം. ഇനി എഴുതി വയ്ക്കുക, എന്താണ് കൃപ? എൻ്റെ ഒരു ഡെഫിനേഷൻ, ഞാൻ ധ്യാനിച്ചുണ്ടാക്കിയ ഒരു ഡെഫിനേഷനാണ്. ആരുടെയും യോഗ്യതകൾ പരിഗണിക്കാതെ ദൈവം നൽകുന്ന സമ്മാനമാണ് കൃപ. ആരുടെയും യോഗ്യതകൾ പരിഗണിക്കാതെ ദൈവം നൽകുന്ന സമ്മാനമാണ് കൃപ. ആരുടെയും യോഗ്യതകൾ പരിഗണിക്കാതെ ദൈവം നൽകുന്ന സമ്മാനമാണ് കൃപ. എഴുതി കഴിഞ്ഞോ? ആരുടെയും യോഗ്യതകൾ പരിഗണിക്കാതെ ദൈവം നൽകുന്ന സമ്മാനമാണ് കൃപ. ആരുടെയും യോഗ്യത പരിഗണിക്കാതെ ദൈവം നൽകുന്ന സമ്മാനമാണ് കൃപ. ഒരുപക്ഷെ ഞാൻ രാവും പകലും പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും കുർബാന ചൊല്ലുന്നു, എല്ലാ ദിവസവും അത് ചെയ്യുന്നു, ഭക്തകൃത്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ കൃപയുണ്ടാകണമെന്നില്ല. മനസ്സിലായോ? കൃപയെന്ന് പറയുന്നത് ദൈവം ഒരു മനുഷ്യൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തരുന്ന ഒരു കാര്യമല്ല, ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റാണ് കൃപയെന്ന് പറയുന്നത്. മനസ്സിലായോ? ഡെഫിനേഷൻ എന്താ? ആരുടെയും യോഗ്യതകൾ പരിഗണിക്കാതെ ദൈവം നൽകുന്ന സമ്മാനമാണ് കൃപ. ഞാൻ മനസ്സിലാക്കി തരാം. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. വൈദികരുടെ മധ്യസ്ഥനാരാ? ജോൺ മരിയ വിയാനി. മനസ്സിലാക്കണം, അച്ഛൻ്റെ കൂടെ നിൽക്കണം. ഉറങ്ങിപ്പോവോ? തണുപ്പും കാറ്റൊക്കെയാണ് പുറത്ത്, ഉറങ്ങിപ്പോകരുത്, അച്ഛൻ്റെ കൂടെ നിൽക്കണം. അതായത് ജോൺ മരിയ വിയാനി. അപ്പോൾ ആർസ് ഇടവകയിലെ വികാരിയച്ഛനായിരുന്നു ആര്? ജോൺ മരിയ വിയാനി. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പ്, ജോൺ മരിയ വിയാനിക്ക് മുമ്പ് നൂറുകണക്കിന് അച്ഛന്മാർ അവിടെ വന്നിട്ടുണ്ട്. ഇടവക വികാരിയായിട്ട് നൂറുകണക്കിന് അച്ഛന്മാരെ ഇടവകയിൽ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും മാറ്റാൻ പറ്റിയോ? ടീച്ചറെ, ഇടവകയെ മാറ്റാൻ പറ്റിയോ? ഹലോ അന്ന, മാറ്റാൻ പറ്റിയോ? ആർക്കും മാറ്റാൻ പറ്റിയില്ല. ജോൺ മരിയ പുണ്യവാളന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. കാര്യം എന്താ? കൃപയുണ്ട്. മനസ്സിലായോ? കൃപയുള്ള മനുഷ്യനെ ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുള്ളൂ. കൃപയില്ലാത്ത മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഡൊമിനിക് വളമനല്ലച്ഛൻ്റെ പ്രസംഗത്തിൽ അച്ഛൻ കേട്ടുന്നത് ഇങ്ങനെയാണ്: കൃപയുണ്ടെങ്കിൽ ഒരു ബാനറും വേണ്ട, ഒരു ഫ്ലെക്സും വേണ്ട, ആരെയും ഫോണിലും വിളിക്കണ്ട. കൃപയുണ്ടെങ്കിൽ കൃപ തേടി ആളുകൾ വരുമെന്ന്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇദ്ദേഹം ജോൺ മരിയ വിയാനി പഠിക്കാൻ മിടുക്കനായിരുന്നോ? അല്ല, പഠിക്കാൻ മിടുക്കുകയായിരുന്നില്ല. പഠിക്കാൻ മിടുക്കനായിരുന്നില്ല. എൻ്റെ പോലെയൊക്കെ ആയിരുന്നു, വെറും ബിലോ അവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ കണ്ണുകൾക്ക് തീവ്രതയാണ്, ഭയങ്കര ജ്വലനമാണ്. കണ്ണുകളെന്ന് പറയുന്നത് അഗ്നിയാണ്. അതായത് കാണാൻ ഭംഗിയില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, നല്ലൊരു പ്രസംഗം അറിയാൻ പാടില്ല. ആദ്യ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ ആർസിലെ വികാരിയായിട്ട് നിയമിച്ചു കഴിഞ്ഞ് അദ്ദേഹം പള്ളിയിൽ പ്രസംഗം പറയാൻ വാക്ക് വരേണ്ട വായിന്ന്. അപ്പം അദ്ദേഹം പറയും, ദൈവസ്നേഹമാണ്, സ്നേഹം ദൈവമാണ്, ദൈവസ്നേഹമാണ്, സ്നേഹം ദൈവമാണെന്ന് പറഞ്ഞിട്ട് ദൈവം അൾത്താരിൽ നിന്ന് കരയോരുന്നെന്ന് പറയുക. വേറെ ഒന്നും അറിയത്തില്ല. പിന്നെ അദ്ദേഹം ചെയ്തിരുന്നൊരു കാര്യം, രാവും പകലും ഈശോയുടെ മുന്നിലിരിക്കും. രാവും പകലും ഇരിക്കും. രാത്രി ആയാലും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, രാത്രി ആയാൽ ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈശോ സക്രാരിയിൽ ഒറ്റക്കാണെന്നുള്ള ചിന്ത ജോൺ മരിയ വിയാനിക്ക് വരണം. അപ്പം തന്നെ റാന്തലും എടുത്തുകൊണ്ട് മേടേന്ന് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു രാവും പകലും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയിൽ നിന്ന് അദ്ദേഹത്തിന് കൃപ കിട്ടി എന്നുള്ളതാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കും, പൗലോസും മറ്റ് ശിഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ അവിടെയുള്ളവർ പറയും, ലോകത്തെ
കീഴ്മേൽ മറിക്കാൻ, തലകീഴായി മറിക്കാൻ കെൽപ്പുള്ളവർ. വചനം കൊണ്ട് ലോകത്തെ തലകീഴായി മറിക്കാൻ കെൽപ്പുള്ളവർ. അവരെങ്ങനെയാണ് അങ്ങനെയുള്ള വ്യക്തികളായിട്ട് മാറിയത്? കൃപ കിട്ടിയതുകൊണ്ടാണ്. കൃപ. ഇന്ന് പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വചനം കേൾക്കണമെങ്കിൽ ടീച്ചറെ ഒരു കൃപ വേണം. കൃപ വേണം. ഉറങ്ങാതെ ഇരുന്ന് വചനം കേൾക്കണമെങ്കിൽ ഒരു കൃപ വേണം. ഒരു കൊന്ത ദാഹത്തോടെ ചൊല്ലണമെങ്കിൽ ഒരു കൃപ വേണം. ഇവിടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വചനം ഒരു കണക്കിന് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അതിനർത്ഥം കൃപയില്ലെന്നുള്ളതാണ്. കൃപയില്ല. ആത്മാവ്, സോൾ ഈസ് ഇൻ എ ഡോർമെന്റ് സ്റ്റേജ്. ആത്മാവ് ഉറങ്ങി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ ആത്മാവിലേക്ക് വന്നിട്ടില്ല. കൃപ കിട്ടുമ്പോഴാണ് ദാഹത്തോടെ കണ്ണുനീരോടെ കുർബാനയ്ക്ക് നിൽക്കുന്നത്. കൃപ കിട്ടുമ്പോഴാണ് കൊതിയോടെ ആയിരക്കണക്കിന് ജപമാലകൾ ചൊല്ലുന്നത്. നമ്മുടെ അമ്മണിയമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമാണ് കുർബാനയെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരം വരെ കൊന്ത ചൊല്ലും. നമുക്ക് പറ്റുമോ? പറ്റുമായിരിക്കാം. പക്ഷെ എല്ലാ ദിവസവും ഒന്നും പറ്റത്തില്ല. ഒരു ദിവസമൊക്കെ വരാം. ഒഴിവുള്ള ദിവസങ്ങളിൽ എൻ്റെ ഇടവക്കാർ ആരെങ്കിലും വന്നിട്ട് അര ദിവസം ഒരു ദിവസമൊക്കെ കൊന്തമല്ലോ പള്ളിയിലിരുന്ന് ചൊല്ലൂല. അങ്ങനെ ചൊല്ലണമെങ്കിൽ കൃപ വേണം. കൃപയുള്ളത് കൊണ്ടാണ്. നമുക്കതിൽ അഹങ്കരിക്കാനൊന്നുമില്ല. കർത്താവ് കൃപ നൽകുന്നതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിള് വായിക്കണമെങ്കിൽ, ഈ ബൈബിള് എൻ്റെ 4ാമത്തെ ബൈബിളാണ്. ഈ ബൈബിള് വായിക്കണമെങ്കിൽ കൃപ കിട്ടണം. കൃപ കിട്ടാതെ നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രിയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ ബൈബിള്. ഞാൻ കൊണ്ടുപോയി എൻ്റെ ബൈബിളും പുസ്തകമൊക്കെ അൾത്താരയിൽ വെച്ചു. 12 മണിക്ക് നമ്മുടെ ഇടവക പള്ളിയിൽ അൾത്താരയിൽ വെച്ചിട്ട്, കർത്താവേ ഈ ബൈബിള് വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനുള്ള കൃപത, ഞാനിന്ന് പറയാൻ പോകുന്ന ഈ വചനം അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങാനുള്ള കൃപത എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. കൃപയാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കുക. കൃപ വന്നൊരു മനുഷ്യനെ തൊടുമ്പോഴാണ് രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുക. കൃപ വന്നൊരു മനുഷ്യനിൽ നിറയുമ്പോഴാണ് വിടുതൽ കിട്ടുക, പൈശാചിക പീഡകൾ ഒഴിയുക. കൃപ വന്നൊരു ആത്മാവിനെ പുൽകുമ്പോഴാണ് രാവും പകലും ദൈവത്തെപ്പറ്റി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുക. കൃപയുള്ളൊരു മനുഷ്യനാണ്. ഇതെൻ്റെ അപ്പൻ്റെ സ്നേഹകാവ്യമാണ്, എൻ്റെ ജീവിതത്തിന് വേണ്ട ഉപദേശങ്ങളാണ്, എൻ്റെ ദൈവം നിത്യരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് എഴുതി തളിക്കുന്ന പ്രേമലേഖനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ കൃപ വേണം. കൃപയില്ലാത്തൊരു മനുഷ്യനും ഈ ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല. കൃപയില്ലാത്തൊരു മനുഷ്യനും ദിവബലിയിൽ ദാഹത്തോടെ പങ്കെടുക്കാൻ പറ്റത്തില്ല. കൃപയില്ലാത്തൊരു മനുഷ്യനും ഒരു ജപമാല പോലും ദാഹത്തോടെ ചൊല്ലി തീർക്കാൻ പറ്റത്തില്ല. കൃപ വേണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഞാൻ കോടീശ്വരനാണ്, എനിക്ക് അഴകുണ്ട്, സമ്പത്തുണ്ടെന്ന് വെച്ചാൽ കൃപയുണ്ടാകണമെന്നില്ല. കൃപ കർത്താവ് അവന് ഇഷ്ടമുള്ളവനെ കൊടുക്കുള്ളൂ. എത്രയോ പേരുണ്ട് ഈ ഭൂമിയിൽ. എല്ലാവരും വിശുദ്ധരാവുന്നുണ്ടോ? ഉണ്ടോ? അത് കർത്താവ് കൃപ കൊടുക്കണം. നമ്മൾ വെറുതെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ അങ്ങേ സ്നേഹിക്കാനുള്ള കൃപ നൽകണമേ, ഈശോയെ അങ്ങേ ആരാധിക്കാനുള്ള കൃപ നൽകണം. നമ്മൾ അതിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ ആഴവും പരപ്പും നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? കൃപ നിസ്സാര കാര്യമൊന്നുമല്ല. കൃപ കിട്ടിയാലേ നമ്മൾ ജ്വലിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ നല്ലപോലെ പ്രാർത്ഥിക്കണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തി കൊണ്ടല്ല കേട്ടോ. അല്ല, ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രയത്നം കൊണ്ടല്ല. അല്ല, വളരെ ക്ലിയറായിട്ട് അച്ഛൻ പറയാണ്, അല്ല 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 അല്ല, കൃപയാണ്. കൃപയാണ് നിങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ വചനം എഴുതിക്കുക 1 കൊറിന്ത്യസ് 15:10. ഉണ്ണിമോൾ ഇത് പഠിച്ച് കേൾപ്പിച്ച് തന്നെ കേട്ടോ. ആൽബർട്ട്, നാളെ ഈ വചനം ഇച്ചിരി ലോങ് ആയിട്ടുള്ള വചനമാണ്. ഇത് ഒരെണ്ണം പറഞ്ഞ് കേൾപ്പിച്ചാലും മതി, 3 വേണമെന്നില്ല. ഈ വചനം അച്ഛനെ പറഞ്ഞ് കേൾപ്പിച്ചാൽ മതി. 1 കൊറിന്ത്യസ് 15:10. 1 കൊറിന്ത്യസ് 15:10. സൂപ്പർ വചനം, പവർഫുള്ളായിട്ടുള്ള വചനം. അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൗലോസ് അപ്പോസ്തലനാണ്. അറിയാമല്ലോ, പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതായത് പാപിയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പാപി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെ എഴുത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെ. പുസ്തകം പേനയില്ലെങ്കിൽ എന്നെ നോക്കിയിരുന്ന് ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി കഴിയുമ്പോൾ കാറ്റ് പോവും, ഉറങ്ങിപ്പോവും. വചനങ്ങൾ എങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ അതിൻ്റെ അഭിഷേകം കിട്ടും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പൗലോസിൻ്റെ മുമ്പുള്ള പേരെന്തായിരുന്നു? സാവൂള്. സാവൂള് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള ലെറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് പോവാണ്. ആ സമയത്ത് കർത്താവ് ഒരു മിന്നലൊളി അഴിച്ച് പൗലോസിനെ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴ്ത്താണ്. നമ്മൾ നോക്കണം, പാപിയാണ്, കൊലപാതകത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായ? ക്രിസ്ത്യാനികളെ കൊല്ലാൻ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയെ, പാപിയായ മനുഷ്യനെ അവൻ്റെ യോഗ്യതകളൊന്നും പരിഗണിക്കാതെ അവൻ പാപിയാണ്, അശുദ്ധനാണെന്നുള്ള കാര്യം കർത്താവിന് വ്യക്തമായിട്ടറിയാം. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ആ മിന്നൽ പിണറയച്ച് അവനെ താഴ്ത്തിട്ടു. കൃപ അടിച്ചതാണ്. മനസ്സിലാവുണ്ടോ? കർത്താവിൻ്റെ കൃപ കരുണയായി വന്ന് അവൻ്റെ മേലെ അടിച്ചതാണ്. കൃപയായിട്ട് വന്നതാണ്. കൃപ വരണം. നമ്മൾ ചിലർ വ്യക്തികളെ കണ്ടിട്ടില്ല, മദ്യപാനത്തിൽ നിന്ന് കയറി വരാൻ പറ്റത്തില്ല, എത്ര പരിശ്രമിച്ചാലും പറ്റത്തില്ല. നിങ്ങൾ ജനുവരി 1 കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും ഞാൻ കൊന്ത ചൊല്ലും, എൻ്റെ അമ്മയപ്പനൊക്കെ പറയുന്ന അനുസരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് 1000 തീരുമാനങ്ങൾ എടുത്ത് ഒന്നും നടക്കാൻ പറ്റത്തില്ല. എൻ്റെ ചോര കൊണ്ട് എഴുതി തരാം. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും, വ്യക്തിപരമായിട്ട് എന്ത് തീരുമാനം എടുത്താലും നടത്താൻ പറ്റത്തില്ല. പക്ഷെ കർത്താവിൻ്റെ കൃപ നിങ്ങളിൽ വന്നാൽ എന്തു പറ്റും? നടത്താൻ പറ്റുമോ? ഹലോ, നടത്താൻ പറ്റുമോ? ആ കർത്താവിൻ്റെ കൃപ വന്നാൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നന്നായിട്ട് പഠിക്കണോ? കർത്താവിനോട് പറ, കർത്താവേ കൃപത. നന്നായിട്ട് പ്രാർത്ഥിക്കണോ? കർത്താവിനോട് പറ, കർത്താവേ നിന്റെ കൃപത. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും എഴുന്നേറ്റ് ഈ വചനം പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമ്മൾ പറയാൻ പോവാണ്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വചനമാണ്. 1 കൊറിന്ത്യസ് 15:10. ബൈബിളുള്ളവർക്ക് എടുക്കാം, മലയാളം വായിക്കാൻ അറിയാവുന്നവർക്ക് അതെടുക്കാം, കയ്യിൽ പിടിക്കാം, വായിക്കാം. കുറേ വചനങ്ങൾ മൊബൈലുള്ളവർക്കും എടുക്കാം. 1 കൊറിന്ത്യസ് 15:10. ഇനി ആരെങ്കിലും ഉണ്ടോ മലയാളികൾ? എങ്കിൽ ആ ബൈബിൾ എടുത്ത് കയ്യിൽ പിടിക്കാവുന്നതാണ്. ആ ബൈബിള് കയ്യിൽ പിടിക്കുന്നത് തന്നെ അനുഗ്രഹമാണ്. ടീച്ചർ ഇനിയുണ്ട്. കൈ പിടിക്കുമ്പോൾ തന്നെ വിടുതൽ കിട്ടും. നെഞ്ചോട് ചേർത്ത് വയ്ക്കുക, ഭാരമായിട്ടല്ല, ഇതൊരു ഭാഗ്യമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചേ, അതിലൂടെ തന്നെ അനുഗ്രഹം കിട്ടും കേട്ടോ. വെറുതെ പിടിച്ചോ, വായിക്കാൻ അറിയില്ലെങ്കിലും വെറുതെ പിടിക്കുക. വെറുതെ ഒരെണ്ണം കൂടി ഉണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴിയും താക്കോലും ആണത്. വെറുതെ പിടിക്കുക, വെറുതെ ബൈബിൾ ഇങ്ങനെ കൈ പിടിക്കുക, അതിലൂടെ നിങ്ങളെ സ്പർശിക്കട്ടെ കേട്ടോ. വചനം 1 കൊറിന്ത്യസ് 15:10 എടുത്തോ. 1 കൊറിന്ത്യസ് 15:10. കണ്ണടച്ച ബൈബിൾ വായിക്കാൻ നോക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഒന്ന് അഞ്ഞാച്ചനെ നേറ്റ് പറഞ്ഞ് നോക്കി വായിച്ചോ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇനി ഈശോനെ നോക്കി നിങ്ങളൊന്ന് പറഞ്ഞ്, ഞാൻ എന്തായിരിക്കുന്ന ദൈവകൃപയാലാണെന്ന് പറഞ്ഞ്. പരസ്പരം ഒന്ന് നോക്കി പറഞ്ഞ്. ഇനി പറയണം, നീ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് പറഞ്ഞ്. ഏറ്റു പറഞ്ഞോ, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഇങ്ങനെ പറയണം, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഈശോയെ നോക്കി പറഞ്ഞേ. പരസ്പരം പറഞ്ഞേ. ഇനി പറയണം, നീയല്ല, നിന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചതെന്ന് പറഞ്ഞേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ദാഹത്തോടെ വചനം കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളല്ല, നിങ്ങളിലുള്ള ദൈവകൃപയാണ് അധ്വാനിക്കുന്നത്, നിങ്ങളെ കൊണ്ടുവരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എത്രയോ പേരുണ്ട് മലപ്പുറത്ത്, വചനം കേൾക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയൊന്നുമല്ല, ഡ്രൈ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വചനത്തെ സ്നേഹിക്കുന്നൊരു ആത്മാവിന് ഇത് കേൾക്കുന്തോറും കൊതിയായിരിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കും കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളല്ല, നമ്മളിലുള്ള ദൈവകൃപയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. എനിക്ക് എല്ലാ ദിവസവും നമ്മുടെ ഇടവക പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന കുറച്ച് അമ്മച്ചിമാരുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ അവരെങ്ങനെയാണ് വരുന്നത്? ദൈവകൃപയാണത്. എല്ലാ ദിവസവും നമ്മുടെ ഇടവകയിൽ നൂറുകണക്കിന് ഇടവക്കാരുണ്ട്. പക്ഷെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാൻ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒരു അമ്മയ്ക്ക്, ഒരു അപ്പച്ചൻ്റെ, അനിയനും അനിയത്തിക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ദൈവകൃപയാണത്. ഒരു കുർബാനയ്ക്ക് മുമ്പ് നേരത്തെ വന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ കഴിയുന്നുള്ളത് അത് ദൈവകൃപയാണത്. ആഴ്ചക്ക് കുമ്പസാരിക്കാൻ മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൽ അനുതപിച്ച് തിരിച്ചു ചെല്ലണമെന്നുള്ള ചിന്ത വരുന്നുണ്ടെങ്കിൽ ദൈവകൃപയാണ്. ഒന്നും നമ്മളല്ല, നമ്മുടെ ഉള്ളിലുള്ള ദൈവകൃപയാണ് പ്രവർത്തിക്കുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തെങ്കിലും അഹങ്കരിക്കാനുണ്ടോ? ഹലോ, നമുക്ക് എന്തെങ്കിലും അഹങ്കരിക്കാനുണ്ടോ? ഉണ്ടോ? ഇതുവരെ കൈ താഴ്ത്തിട്ടെ, ഇതുവരെ നമ്മൾ എന്തോരം സഹിച്ചു ടീച്ചറെ, അല്ലേ? ജീവിതത്തിൽ ജനിച്ച നാൾ മുതൽ ഇന്നാൾ വരെ എന്തോരം സഹിച്ചു. ഈ സഹനങ്ങളൊക്കെ മറികടക്കാൻ നമ്മളെ സഹായിച്ചത് എന്താ? ദൈവമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഞാനല്ല, എന്നിലുള്ള കൃപയാണ് പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സഹനം വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയാണ്, ഞാനിത് മറികടക്കും. കർത്താവുണ്ട്, അവിടുത്തെ സ്നേഹമുണ്ട്, അവിടുത്തെ കരുതലുണ്ടെന്ന് പറയാനൊരു ആത്മാവിന് കഴിയുന്നുണ്ടെങ്കിൽ കൃപയുള്ള വ്യക്തിയായതുകൊണ്ടാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. നമ്മൾ ഈ ധ്യാനമൊക്കെ കൂടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധ്യാനമൊക്കെ കൂടി അതുവരെ മുഴുക്കുടിയനായിരിക്കും. അതുവരെ മുഴുക്കുടിയനായിരിക്കും. ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുടിയൻ പിന്നെ തൊടത്തില്ല മദ്യം. ഈശോ സ്പർശിച്ച് കഴിയുമ്പോൾ പിന്നെ വെറുപ്പാവും, മദ്യത്തോട് വെറുപ്പാവും. അതായത് എങ്ങനെയാണെന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ഉള്ളിലേക്ക് കൃപ വന്നു കഴിഞ്ഞാൽ അണ്ടർലൈൻ, കൃപ വന്നു കഴിഞ്ഞാൽ പാപ വഴികൾ നമുക്ക് വെറുപ്പാവും. ഈ വിശുദ്ധരൊക്കെ എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിച്ചിരുന്നതെന്നറിയോ? കൃപ വന്ന് അവരുടെ ആത്മാവിനെ പൊൽകി കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരു പരദൂഷണം പറയാൻ പറ്റത്തില്ല, ജഡത്തിൻ്റെ അരൂപികളിൽ മുഴുകാൻ പറ്റത്തില്ല. ഒരു വെറുപ്പും വൈരാഗ്യവും. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ അവരെ വേദനിപ്പിച്ചാൽ അവർ ക്ഷമിക്കുന്നത് എങ്ങനെയാണ്? കൃപ വന്ന് നിറയുന്നത് കൊണ്ടാണ്. കൃപ വരുമ്പോഴാണ് നമുക്ക് മനസ്സിൽ നിറവുണ്ടാവുക. കൃപ വരുമ്പോഴാണ് ഒരു പുതിയ വ്യക്തിയായിട്ടൊക്കെ ഞാൻ ചിലരെയൊക്കെ അതിശയിച്ച് പോയിട്ടുണ്ട്, ചിലരുടെ ജീവിതമൊക്കെ. അതായത് നിരന്തരം പ്രാർത്ഥന, അത് വെറും പ്രാർത്ഥനയല്ല, ദാഹത്തോടുകൂടിയുള്ള പ്രാർത്ഥന. അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഈശോയ്ക്ക് വേണ്ടി കൊതിക്കുകയാണ് ഈശോയുടെ മുന്നിലിരിക്കാൻ, ഈശോയുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളൊക്കെ പറയാനായിട്ട് കൊതിക്കുന്ന ആത്മാക്കൾ. അത് പ്രത്യേകം ഈശോയോട് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ്, കൃപയുള്ളത് കൊണ്ടാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് കൃപ വന്നു കഴിഞ്ഞാൽ പാപത്തോട് വെറുപ്പാകും. ഒരിക്കൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുക, പക്ഷെ ഞാൻ പറഞ്ഞതല്ല, വേറെ രണ്ടച്ഛന്മാർ പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഞാനത് കടമെടുത്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ടീച്ചറെ. അതായത് എനിക്ക് കൃപ കിട്ടി, കൃപയുള്ളൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചോ. അത് സൈഡിൽ അങ്ങനെ നിന്നോട്ടെ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ക്ഷീണം വരുന്നുണ്ടോ? കുറച്ച് ഡ്രൈ ആയിട്ടാണ് അച്ഛൻ പോകുന്നത്, പക്ഷെ വ്യക്തമായിട്ടാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ഞാൻ നല്ലൊരു ടീച്ചറാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആണോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വ്യക്തമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അപ്പം പിശാച് കൊണ്ടുപോകും നിങ്ങളെ. എവിടെയെങ്കിലും എൻ്റെ ലൈനിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയ ഒറ്റപ്പോക്കായിരിക്കും, പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അന്ന എൻ്റെ ഒപ്പം തന്നെ നീ യാത്ര ചെയ്യാൻ പരിശ്രമിക്കുക കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ഞാൻ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഒരു അനാളജിയാണ് പറയാൻ പോകുന്നത്, ഒരു ഉദാഹരണമാണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതല്ല, വേറെ രണ്ടച്ഛന്മാർ പറഞ്ഞ ഒരു ഉദാഹരണം നിങ്ങളോട് പറയുന്നുള്ളൂ. അതായത് ഞാൻ ഭക്ഷണം കഴിച്ചു,
ഇപ്പം എൻ്റെ വയറിന് പിടിച്ചില്ല. ഞാനത് ഛർദ്ദിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചു, എൻ്റെ വയറിന് പിടിച്ചില്ല, ഞാൻ ഛർദ്ദിച്ചു. ഞാൻ വീണ്ടും ആ ഛർദ്ദിൽ വാരി കഴിക്കുമോ? ഹലോ, ഞാൻ ആ ഛർദ്ദിൽ വീണ്ടും വാരി കഴിക്കുമോ? പാപത്തിലുള്ള വ്യക്തി ചെയ്യുന്നത് ഇതാണ്. ഈ ഛർദ്ദിൽ വാരി കഴിക്കുന്ന ആളാണ്. ജഡത്തിൻ്റെ അരുവിയിൽ നിൽക്കുന്നൊരു വ്യക്തി, പരദൂഷണത്തിനും വെറുപ്പിനും വൈരാഗ്യത്തിനൊക്കെ നിൽക്കുന്ന വ്യക്തി ഛർദ്ദിൽ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ വീണ്ടും വീണ്ടും ഞാൻ ഓർക്കുമ്പോൾ ഛർദ്ദിൽ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഛർദ്ദിൽ വാരി കഴിക്കണം. കൃപ എന്നിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? പിന്നെ അത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഈ ഛർദ്ദിലുകളൊക്കെ എനിക്ക് വെറുപ്പാവും. കൃപ വന്നു കഴിഞ്ഞാൽ എനിക്ക് പരദൂഷണം പിന്നെ പറയാൻ പറ്റത്തില്ല. എനിക്ക് പിന്നെ ഒരു അശുദ്ധിയിലേക്കും പോകാൻ പറ്റത്തില്ല. അത്രയും നാളും ഞാൻ സന്തോഷത്തോടെ രുചിച്ചിരുന്ന ഈ ഛർദ്ദിലുകളൊക്കെ എല്ലാം എനിക്ക് കയ്പാവും, വെറുപ്പാവും. എനിക്ക് പറ്റത്തില്ല. ഒരു ചീത്ത കൂട്ടുകെട്ടുകൾ വന്നാൽ പറ്റത്തില്ല. ഒരു പരദൂഷണ കമ്മിറ്റിയിലേക്ക് എന്നെ വിളിച്ചാൽ എനിക്ക് പറ്റത്തില്ല. പ്രാർത്ഥിക്കണ്ട, ഇന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലാതെ കിടന്നുറങ്ങാമെന്ന് ഭർത്താവോ ഭാര്യയോ മക്കളൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഛർദ്ദിലുകളോടൊക്കെ വെറുപ്പാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കണം, ഈശോയെ കൃപ നൽകണമേ. കൃപ വന്ന സദ്യക്ക് കൃപ വന്ന എന്ത് സംഭവിക്കും? പുതിയ മനുഷ്യരായിട്ട് നമ്മൾ മാറും. ഇതുവരെ എന്തായിരിക്കുന്നോ അതല്ല നമ്മൾ. ഈ ആലപ്പുഴയിലെ ധ്യാനകേന്ദ്രത്തിൻ്റെ പേരെന്താ? കൃപാസനം. പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. കൃപ നിറഞ്ഞവളാണ്. കൃപ നിറഞ്ഞവളായതുകൊണ്ട് എന്താണ് ലൂക്ക നോക്കട്ടെ അച്ഛൻ, ലൂക്ക 1-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം, ലൂക്ക 1:28. കൃപാസനം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ലൂക്ക 1:28. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അണ്ടർലൈൻ, ദൈവകൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ. ദൈവം അവളെ ഉത്ഭവഭാവം ഇല്ലാതെ കൃപ നിറഞ്ഞവളായി സൃഷ്ടിച്ചു. അത് മാതാവിൻ്റെ യോഗ്യതകൾ കണ്ടിട്ടാണോ? ഹലോ, യോഗ്യതകൾ കണ്ടിട്ടാണോ? മാതാവിൻ്റെ യോഗ്യതകൾ കണ്ടിട്ടാണോ? അല്ല, മാതാവിൻ്റെ യോഗ്യതകൾ കണ്ടിട്ടല്ല. ദൈവത്തിൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ദാനമായി അവളെ ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തു. ദൈവകൃപ നിറഞ്ഞവളാക്കി രൂപാന്തരപ്പെടുത്തി. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നൊരു പാഠമാണ്. കൃപ കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കട്ടോ, കൃപ കിട്ടണമെങ്കിൽ എളിമ വേണം. എഴുതി വെച്ചോ, കൃപ കിട്ടണമെങ്കിൽ എളിമ വേണം. എളിമയില്ലാത്ത ഒരാത്മാവിനും കർത്താവ് കൃപ കൊടുക്കൂല. ഈ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാപാവസ്ഥകൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയും. അതുമാത്രമല്ല, ആരാധനയൊക്കെ നടത്തുമ്പോൾ ഈശോയിലേക്ക് കൊടുക്കും, എളിമപ്പെടും. അത്രയും നാൾ ഞാൻ എൻ്റേതായിട്ട് മാത്രം ഈ പാപാവസ്ഥകളൊക്കെ വെച്ച് കഴിയുമ്പോൾ കൃപ ഒഴുകത്തില്ല. കർത്താവിൻ്റെ മുന്നിൽ എളിമപ്പെട്ട് കഴിയുമ്പോൾ കൃപ വരും. യാക്കോബ് 4:6, യാക്കോബ് 4:6, യാക്കോബ് 4:6. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. കർത്താവ് അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ഏറ്റു പറഞ്ഞ്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും, ഈ ഒച്ച പോരട്ടോ, ഒന്നും ഒച്ച പറഞ്ഞ്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒറ്റ വിളി വിളിച്ച് ഈശോയെ, 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 ഈശോയെ. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്ക്, നിങ്ങൾക്ക് വചനം വായിക്കാൻ മടുപ്പുണ്ടോ? ഹലോ, കൃപയില്ല. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? 2 മിനിറ്റ് വായിച്ച് കഴിയുമ്പോൾ കൃപയില്ല. ഹലോ, കൃപയില്ല. ഓട്ടപാത്രമാണ്, കൃപയില്ല. ഒന്നിനെക്കുറിച്ച് ഓർത്ത് അഹങ്കരിക്കേണ്ട, നിനക്ക് കൃപയില്ല. നിനക്ക് കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിലും
സമ്പൽ സമൃദ്ധി ഉണ്ടെങ്കിലും കൃപയില്ലെങ്കിൽ നീ വെറുതെയാണ്. മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ എന്ന് പറയുന്നത് പോലെ, സ്നേഹത്തെക്കുറിച്ച് പറയുന്ന പോലെ, കൃപയില്ലെങ്കിൽ നീ ഒന്നുമല്ല. നിനക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ലേ? കൃപയില്ല. പള്ളിയിൽ പോകാനൊരു ആഗ്രഹം തോന്നുന്നില്ലേ? കൃപയില്ല. നീ പൊട്ടപാത്രമാണ്. കൃപയില്ല. നിനക്ക് നഷ്ടപ്പെട്ടു, എവിടെയോ നഷ്ടപ്പെട്ടു. പാപവഴികളിൽ ഇങ്ങനെ ജീവിച്ചിട്ട് പാപബോധമില്ലേ? കൃപയില്ല. നിന്നെ വേദനിപ്പിച്ചവരോട് നിനക്ക് ക്ഷമിക്കാൻ തോന്നണില്ലേ? കൃപയില്ല. ഇല്ല ഇല്ല ഇല്ല. കൃപയുണ്ടെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റും. നിരാശയിൽ നിന്ന് മാറാൻ പറ്റുന്നില്ലേ? കൃപയുടെ കുറവുണ്ട്. ഭയം വിട്ടു മാറുന്നില്ലേ? കൃപയുടെ കുറവുണ്ട്. കൃപ വന്നേ കരുത്തുണ്ടാവും. കൃപ വന്നേ അഭിഷേകം ഉണ്ടാവും. കൃപ വന്നേ പ്രാർത്ഥിക്കാൻ കൊതിയുണ്ടാവും. കൃപ വന്നേ വചനം ദാഹത്തോടെ പഠിക്കാനും ധ്യാനിക്കാനും സാധിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം പറഞ്ഞ് നിന്നിൽ കൃപ നിറയട്ടെ എന്ന് പറഞ്ഞ്, നിന്റെ കുടുംബത്തിലെ എല്ലാവരിലും കൃപ നിറയട്ടെ എന്ന് പറഞ്ഞ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മക്കളൊക്കെ ആയിരിക്കും. പള്ളി പോവാണെന്ന് പറയുമ്പോൾ പള്ളി പോകത്തില്ല. കുടുംബ പ്രാർത്ഥന ചൊല്ലാന്ന് പറയുമ്പോൾ കുടുംബ പ്രാർത്ഥന ചൊല്ലത്തില്ല. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കത്തില്ല. അതിനർത്ഥം കൃപയില്ലാത്ത ആത്മാവാണ്. പൊട്ട ആത്മാവായിട്ട് പോവുകയാണ്. കൃപയില്ല. കൃപയില്ലാത്ത ആത്മാക്കളെ പിശാചിന് പെട്ടെന്ന് പിടികൂടാൻ പറ്റും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആഹ്വാനം ചെയ്യാണ്, നീ കൃപയുള്ള അപ്പനായിട്ട് മാറണം. നീ കൃപയുള്ള അമ്മയായിട്ട് മാറണം. നീ കൃപയുള്ള സഹോദരനും സഹോദരിയായിട്ട് മാറണം. കൃപയുള്ളൊരു വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ പകരപ്പെടും. മനസ്സിലായോ? കൃപയുള്ള വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ പതിയെ പതിയെ നിന്റെ പ്രാർത്ഥന കൊണ്ട് ആ കൃപ മറ്റുള്ളവരിലേക്കും പകരപ്പെടും. കൃപയില്ലാത്തൊരു അമ്മയാണെങ്കിൽ യഥോ രാജ തഥോ പ്രജ. കൃപയില്ലാത്തൊരു അപ്പനാണെങ്കിൽ യഥോ രാജ തഥോ പ്രജ. മനസ്സിലായോ? കൃപയുള്ള അപ്പനും കൃപയുള്ള അമ്മയായിട്ട് മാറ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അഗസ്റ്റിൻ്റെ കൺഫെഷൻസ് അല്ലേ, കൺഫെഷൻസ് അല്ലേ സാറേ? കൺഫെഷൻസ് വായിക്കുമായിരുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്നൊരു കാര്യം, ആദ്യം അദ്ദേഹത്തിന് 13 വർഷക്കാലം മനേക്കിയൻ പാഷണ്ഡതയിൽ പെട്ടിട്ട് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. 13 വർഷം. അപ്പം അതിലൊരു കുഞ്ഞുണ്ട്. അതേ ദേവോസ് എന്നോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞിട്ടൊരു കുഞ്ഞുണ്ട്. ഒരു വിശുദ്ധൻ്റെ കാര്യം അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കുക. 13 വർഷം ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ടായി. അത് കഴിഞ്ഞു. ആ ബന്ധം അവസാനിച്ചു. അവസാനം പ്രസംഗ കല പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് റോമിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ഇത് കിട്ടി. അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകളെ അധ്യാപക പോസ്റ്റിലേക്ക് ക്ഷണിച്ചു. ഇവരെല്ലാവരുടെയും പ്രസംഗം കേട്ടിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് ടീച്ചറായിട്ട് അപ്പോയിൻ്റ് ചെയ്തത്. അഗസ്റ്റിനാണ് കിട്ടിയത്. അപ്പം അഗസ്റ്റിൻ റോമിലേക്ക് പോവുകയാണ്. അപ്പം അമ്മ പുറകെ നടക്കുകയാണ്. മോനെ നീ പോണ്ട. കാരണം അമ്മയ്ക്കറിയാം ഇനിയും പോയി അവൻ വഷളാവും. ഒരു ബന്ധം അവസാനിച്ച് നിൽക്കണതാണ്. അപ്പോൾ സ്ത്രീ കൃപയുള്ള സ്ത്രീയാണ്, കൃപയുള്ള അമ്മയാണ്. പുറകെ നടക്കുകയാണ്. അപ്പം അപ്പോൾ പുസ്തകത്തിൽ നമ്മൾ വായിക്കും, ഇപ്പോൾ പോകണ്ട, അമ്മ തുറമുഖത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ പോകണ്ട മോനെ, ഇപ്പോൾ പോകണ്ട. അമ്മ ഞാൻ പോകണില്ല അമ്മേ, എൻ്റെ ഒരു കൂട്ടുകാരനെ യാത്ര അയക്കാൻ വേണ്ടി, നുണ പറയുവാൻ, ഒരു കൂട്ടുകാരനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് അമ്മനെയും കൊണ്ട് അടുത്തുള്ളൊരു പള്ളിയിൽ കൊണ്ടുപോയി, വാ അമ്മ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ചെക്കൻ അവിടെ നിന്ന് പൊങ്ങും. എന്നിട്ട് വണ്ടി കയറി പോയി കളയും. പക്ഷെ അമ്മയുടെ പ്രാർത്ഥന അവൻ്റെ പുറകെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അവിടെ നിന്ന് റോമിലേക്ക് പോകും. മോനെ വിടൂല. അവിടെ ചെന്ന് വിശുദ്ധ അംബ്രോസ് മെത്രാൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് ഇനി അവൻ അവിടെ റോമിൽ ചെന്നിട്ടും ഒരു സ്ത്രീയായിട്ട് ബന്ധമായി. 3 വർഷം പുതിയ ഗേൾ ഫ്രണ്ട്. എന്തോരം അതമ്പതിച്ചെന്ന് നോക്കണേ. ഒരു വ്യക്തി, ഒരു വിശുദ്ധനാണ്, ഓർക്കണം. എന്തോരം അതമ്പതിച്ചെന്ന് നോക്കിയേ. പക്ഷെ വീണ്ടും അമ്മ വിട്ടേയില്ല. നിരന്തരമായി മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കൃപ ഒരു ദിവസം അവനെ തൊട്ടു. മനസ്സിലായോ? നിരാശപ്പെടരുത്. നിങ്ങളുടെ മക്കള് പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങളുടെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങളുടെ ജീവിത പങ്കാളി അനുദപിക്കുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. നിരന്തരമായി പ്രാർത്ഥിക്കുക. 30-ാമത്തെ വയസ്സിൽ 29-ാമത്തെ വയസ്സിലായിട്ടാണ് അദ്ദേഹത്തെ തൊടുന്നത്. പിന്നീട് പുരോഹിതനായി, മെത്രാനായി, മനസ്സിലായി, ഉയർച്ച കണ്ടോ? അന്നത്തെ കാലത്ത് നടക്കുള്ളൂ, ഇന്നത്തെ കാലത്ത് അങ്ങനെ പറ്റത്തില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ കൃപ ഉണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്ക്, ദാഹത്തോടെ ഈശോ പ്രാർത്ഥിക്കണം. ഒരു പാട്ടുണ്ടല്ലോ, കൃപ മതിയേ നിൻ കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. അറിയോ പാട്ടറിയോ? അറിയോ? ഇതാണ് പാട്ട്. എൻ്റെ കൂടെ ഒന്ന് പാടിയേ. കൃപ മതിയേ നിൻ കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. പാട്ടെടുക്ക്, മൈക്കെടുക്ക്. എല്ലാവരും ഒന്ന് പാടിയേ, ഒരുമിച്ചൊന്ന് പാടിയേ. എഴുന്നേറ്റ്. ഇനി ഉറങ്ങിപ്പോവും. എഴുന്നേക്ക്. എല്ലാവരും ഒന്ന് നല്ല കണ്ണടച്ചേണ്ട ഈ പാട്ടൊന്ന് പാടിയേ. ഒരു 5 പ്രാവശ്യം പാടിയേ. ഒരുമിച്ച് പാടണം കേട്ടോ. ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്ന് പറയാം. കണ്ണടച്ചോ. ഇന്ന് കൃപയും കൊണ്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. എല്ലാ മടിയും മാറണം, അലസതയും മാറണം. കുടുംബത്തിലുള്ള എല്ലാവരും ഈ നിമിഷം ഈ കൃപ തുടരണം, പുതിയൊരു വ്യക്തിയായിട്ട് മാറണം. പ്രാർത്ഥിച്ച് കൃപ മതിയേ അളവില്ലാത്ത നിൻ കൃപ മതിയേ. വലതുകരം ഉയർത്തി. കൃപ മതിയേ നിൻ കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. ഇരുകരങ്ങളും ഉയർത്തി. കൃപ മതിയേ നിൻ കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. കരങ്ങൾ വീശി. കൃപ മതിയേ നിൻ കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. കരങ്ങൾ ഉയർത്തി. കൃപ മതിയേ നിൻ കൃപ മതിയേ, അളവില്ലാത്ത നിൻ കൃപ മതിയേ. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കണ്ട, ശ്രദ്ധിച്ച്. കൃപയുള്ളൊരു വ്യക്തിക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ. കൃപയുള്ളൊരു വ്യക്തിക്ക് മറ്റുള്ള ഒരാളെ മാറ്റാൻ പറ്റുള്ളൂ. കൃപയില്ലാത്തൊരു വ്യക്തിക്ക് ആരുടെയും മനസ്സുകൾ മാറ്റാൻ പറ്റത്തില്ല, ഒരിക്കലും നടക്കില്ല. കൃപയുള്ളൊരു അമ്മയുടെ ഉപദേശങ്ങളെ കൃപയില്ലാത്തൊരു മകനെയും മകളെയും മാറ്റുള്ളൂ. കൃപയുള്ളൊരു ഭാര്യയുടെ വാക്കുകളെ കൃപയില്ലാത്ത ഭർത്താവിൻ്റെ ജീവിതത്തെ മാറ്റാൻ പറ്റുള്ളൂ. കൃപയുള്ളൊരു ഭർത്താവിനെ കൃപയില്ലാത്ത കുടുംബത്തെ മുഴുവനും കൃപയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിനക്ക് കൃപയുണ്ടോ? ചിന്തിക്കുക. നിനക്ക് കൃപയുണ്ടോ? ദാഹത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? കൊതിയോടെ ഈശോയുടെ മുന്നിൽ മണിക്കൂറുകൾ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ദൈവവചനം ഒരിക്കലും വായിക്കുമ്പോൾ മടിപിടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കാത്ത രീതിയിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ? കൃപയുണ്ടാകണം. കൃപയാണ് മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുക. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കും. യോഹന്നാൻ 2 ഇന്ന് രാവിലെ ചേട്ടൻ എന്നോട് പറഞ്ഞ വചനമാണ്. യോഹന്നാൻ 2 കാനായിലെ കല്യാണ വിരുന്ന്. കാനായിലെ കല്യാണ വിരുന്നിൽ എന്നെ ശ്രദ്ധിച്ച് ഇങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയി. എന്നിട്ട് കർത്താവ് എത്ര കുടങ്ങളിൽ നിറയ്ക്കാനാണ് പറയുന്നത്? കൽഭരണികളിൽ 6 കൽഭരണികളിൽ നിറയ്ക്കാനാണ് പറയുന്നത്. ശൂന്യമായിപ്പോയി. അവിടെ വീഞ്ഞ് തീർന്നുപോയി, വീഞ്ഞില്ല, ശൂന്യമായിപ്പോയി. ഇതുപോലെ നമ്മുടെയൊക്കെ മനസ്സുകൾ ചില സമയത്ത് ശൂന്യമായിപ്പോവും. കൃപയേ ഉണ്ടാവില്ല. അഴുക്കിൽ കിടന്ന് ഒന്നും ഉണ്ടാവില്ല. വെള്ളവും ഇല്ല, വീഞ്ഞും ഇല്ല, വറ്റി വരണ്ട് ആത്മാവിരിക്കും. ആ സമയത്ത് നമ്മൾ ചെല്ലേണ്ടത് ആരുടെ അടുത്തേക്കാണ്? ഈശോയുടെ അടുത്തേക്കാണ്. 2 പേരുടെ അടുത്തേക്ക് പോകുന്നതാണ് എളുപ്പം. ആദ്യം അമ്മയിലേക്ക് പോവുക, അമ്മ വഴി ഈശോയിലേക്ക് വരിക. ആദ്യം അമ്മയിലേക്ക് പോവുക, അമ്മ വഴി ഈശോയിലേക്ക് വരിക. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. യോഹന്നാൻ 1-ാം അധ്യായം 16-17. യോഹന്നാൻ 1-ാം അധ്യായം 16-17. സ്നാപക യോഹന്നാൻ പറയുന്ന വാക്കുകളാണ്. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ഉണ്ടോ? അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമുക്ക് എന്താണ്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് നമുക്ക് ഓരോരുത്തർക്കും കൃപ കിട്ടുക. ഇത് വലിയൊരു സാഗരമാണ്. കർത്താവ് എന്ന് പറയുന്നത് വലിയൊരു സാഗരമാണ്. കർത്താവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരം നിരന്തരം ചോദിക്കണം. ഈശോയെ, നീ എനിക്ക് നിൻ്റെ കൃപ നൽകണമേ എന്ന്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച, ഈശോയെ, ഈശോയെ, നീ എനിക്ക് നിൻ്റെ കൃപ നൽകണമേ, കൃപ നൽകണമേ, അളവില്ലാത്ത നിൻ്റെ കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയെ, ഈശോയെ. അപ്പോൾ ഒന്നാമത്തെ ചിന്ത അതായിരുന്നു. ഇന്നത്തെ ഒന്നാമത്തെ ചിന്ത അതായിരുന്നു. എന്ത്? കൃപ. കൃപയെക്കുറിച്ച്. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്താ? കൃപ. കൃപ എന്താണ് പോയിന്റ്? എന്തായിരുന്നു? കൃപ ഒഴുക്കുന്ന ദൈവം. കൃപ എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂക്ക 5-ാം അധ്യായത്തിൽ ലേവിയെ വിളിക്കുന്നുണ്ട്. ലേവിയെ, മത്തായിയെ വിളിക്കുന്നു. ശ്രദ്ധിക്കണേ, മത്തായിയെ വിളിക്കുമ്പോൾ ഈശോ വന്നിട്ട് മത്തായിയോട് പറയുന്നത് എന്താ? ലൂക്ക 5:27-28 എഴുതി വയ്ക്കുക. ലൂക്ക 5:27-28. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവൻ വെറുതെ ചുങ്കസ്ഥലത്തിരിക്കുകയാണ്. മനസ്സിലായോ? അവൻ വെറുതെ ചുങ്കസ്ഥലത്തിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് ആ വഴി വന്നിട്ട് അവനോട് പറയാണ്, എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. നമ്മൾ ആരെങ്കിലും ചെന്നിട്ട്, ഇനിയിപ്പോൾ ഞാൻ തന്നെ ജീവനശം ചെന്നിട്ട് ആരോടെങ്കിലും പറയാണ് എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? പണി നോക്കാമെന്ന് പറയും. പറയോ? വരൂല. പക്ഷെ എന്തുകൊണ്ട്? ഒരു പാപിയാണത്, ചുങ്കക്കാരനാണ്, സമൂഹത്തിൽ വെറുക്കപ്പെട്ടൊരു മനുഷ്യനാണ്. അവൻ്റെ അടുത്ത് നിന്നിട്ട് കർത്താവ് റാൻഡമായിട്ട് ചെല്ലുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് പറയണം, നീ എന്നെ അനുഗമിക്കുക. അവനെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയി. അതെങ്ങനെ സംഭവിച്ചു? കൃപയുള്ളൊരു മനുഷ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൃപയുള്ളൊരു മനുഷ്യനെ മറ്റുള്ളവരെ മാറ്റിമറിക്കാൻ പറ്റുള്ളൂ. അവൻ്റെ ഓരോ വാക്കിനും 1000 കിലോ വെയിറ്റാണ്. ചില വചനപ്രഘോഷകരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എന്തെങ്കിലും പറഞ്ഞാൽ ഹൃദയത്തിലോട്ട് തറച്ചു കയറും. എന്തുകൊണ്ടാണ്? കൃപയുള്ള വ്യക്തികളാണ്. ഞാൻ പ്രത്യേകിച്ച് ഈ ഡാനിയലച്ചനും ഡൊമിനിക് അച്ഛനും ഇതൊന്നും ഇപ്പോൾ വലിയ പ്രാസംഗികരായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവരെന്ത് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. എന്തുകൊണ്ടാണ്? കൃപയുള്ളതുകൊണ്ടാണ്. കൃപ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. കർത്താവ് മത്തായിയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, മത്തായി പൊന്നു മോനെ, ഈശോയുടെ പറയുന്നത് എഴുന്നേക്കാന്ന് പറഞ്ഞാൽ അപ്പം എഴുന്നേറ്റ് പോവാണ്. എല്ലാം ഉപേക്ഷിച്ച് പോവാണ്. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ മഗ്ദലേനക്കാരി മറിയം, ഒരേ പാപത്തിൽ, വ്യഭിചാരം എന്ന പാപത്തിൽ പല ആവർത്തി വീണ് അഴുക്കാണ്, വെറും അഴുക്കാണ്. ആരും അവളുടെ കൂടെ നിൽക്കത്തില്ല, അഴുക്കാണ്. അവളെ കേൾക്കാൻ ആരുമില്ല, അവളെ ഉപയോഗിക്കാൻ മാത്രം ആളുകളുള്ളൂ, അവളെ കേൾക്കാനോ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അവൾ ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു, കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവാണ്. കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാ പറയാം. കർത്താവ് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? ഡയലോഗ് എന്തായിരുന്നു? നിങ്ങളിൽ പാപം ചെയ്യാത്തവൾ കല്ലെറിയട്ടെ എന്ന് കർത്താവ് അവിടെയുള്ളവരോട് പറഞ്ഞു. മുതിർന്നവരായ ഓരോരുത്തർ എന്ത് ചെയ്തു എന്ന് പറയുക? കല്ല് താഴത്തിട്ട് പോയി എന്ന് പറയുക. കർത്താവ് അവളെ ചെന്നിട്ട് പറഞ്ഞു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ, എങ്കിലും ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവിടെ നിന്ന് പോയി. പിന്നെ അവൾക്ക് എന്താ സംഭവിച്ചത്? പിന്നെ അവൾ വീണ്ടും വ്യഭിചാരിണിയായോ? വീണ്ടും പാപിയായോ? പിന്നെ അവൾക്ക് എന്ത് സംഭവിച്ചു? ഹലോ, എന്ത് സംഭവിച്ചു അവൾക്ക്? അവൾ ആരായിട്ട് മാറി? യേശുവിൻ്റെ അവൾ വെറും മഗ്ദലേനയല്ല, വിശുദ്ധ മഗ്ദലേനയായിട്ട് മാറി.
മെനിഞ്ഞാന്ന് കത്തോലിക്ക തിരുസഭ അവളുടെ തിരുനാൾ ആഘോഷിച്ചത് കണ്ടോ? ഒരു പാപിയിൽ നിന്ന് ഒരു വിശുദ്ധനിലേക്കുള്ള വഴി ഇതേ ഇത്രേ ഉള്ളൂ. ഇത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട. നമ്മൾ പാപികളാണെങ്കിൽ ഇതേ ഈശോയുടെ മുന്നിൽ വന്നിട്ട് ഈശോയെ കൃപത എന്ന് പറഞ്ഞ ആ മോമെന്റിൽ ഈശോ തൊടുന്ന നിമിഷം ജീവൻ വിശുദ്ധ ജീവനായിട്ട് മാറാണ്. അന്ന വിശുദ്ധ അന്നയായിട്ട് മാറാണ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറ. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? ഒച്ച പറ. വിശ്വസിക്കുന്നോ? ആ വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.